ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാന്നത്തെ ഇന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറക്കിൾ കാർഡ്സ് മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ, നിങ്ങൾക്കുള്ള വെളിച്ചം വരാൻ നോക്കാം ഞാനിവിടെ. ഓക്കെ, നിങ്ങൾക്കുള്ള മെസ്സേജസ് ഇന്ന് യൂണിവേഴ്സ് നിങ്ങളെ എന്താ ഗൈഡ് ചെയ്യുന്ന നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഒറക്കിൾ കാർഡ്സ് കൂടെ എടുക്കാം. ഓക്കെ, തേഴ്സ്ഡേ 16th ലൈവ് റീഡിംഗ് ഉണ്ടാവും. ഓക്കെ, മെമ്പേഴ്സ് ഓൺലി ആണ്, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഓക്കെ, മെമ്പേഴ്സ് ഓൺലി, പ്ലീസ് അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ പോസ്റ്റിലും ഞാൻ ഇട്ടിരുന്നു, ഒന്നുകൂടി വേണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ അതിനെ റിമൈൻഡർ ഇടാം. ഓക്കെ, സോ ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ ഗൈഡൻസ് നിങ്ങൾക്ക് ലെറ്റിംഗ് ഗോ ആണ് പറയുന്നത്. ഓക്കെ, സ്ട്രെസ്, ലേസിനെസ്, സൈലൻസ് ആൻഡ് വൺ മോർ നത്തിങ്നെസ്. ഓക്കെ, എനിക്ക് ഈ കാർഡ് വന്ന വലിയ ഇഷ്ടമാണ്, നത്തിങ്നെസ് അല്ലേ, ബ്ലാങ്ക് കാർഡ്. ഓക്കെ, സോ ഇവിടെ ആദ്യം പറയുന്നത്, ഇവിടെ നിങ്ങളോട് പറയുന്നത് ലെറ്റിംഗ് ഗോ പറയുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. അതായത് ലെറ്റ് ഗോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിനെ ഉപേക്ഷിക്കുക എന്നല്ല ഒരിക്കലും അർത്ഥം. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മനസ്സിന്, അതായത് നമ്മൾ അതിനെ യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. ഓക്കെ, നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ വെക്കണം എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് എപ്പോഴും. അത് നമ്മളെല്ലാവരുടെയും നേച്ചറാണ് പറയുന്നത്. കാരണം നമുക്കൊക്കെ പേടിയാണ് അല്ലേ, നമുക്ക് ആ ഒരു കൺട്രോൾ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ടെൻഷൻ വരും. എന്നിട്ട് എന്താവും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യുക, ദൈവത്തിന് സറണ്ടർ ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, അതുപോലെ ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ മാപ്പ് കൊടുക്കേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിന്ന് വിട്ട് കളയേണ്ടതുണ്ടാവും. ചിലപ്പോൾ പാസ്റ്റിൽ അതൊക്കെ സംഭവിച്ചിട്ട് കുറേ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, വീണ്ടും വീണ്ടും അത് ഓർത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് നിങ്ങളെ ബോദർ ചെയ്യുക. നിങ്ങൾ അങ്ങനെ പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും തോറും അത് നിങ്ങളെ തന്നെ അത് വെറുതെ ബുദ്ധിമുട്ടിക്കുകയുള്ളൂ. ഓക്കെ, അത് ചിലപ്പോൾ അത് മനസ്സിന്ന് ലെറ്റ് ഗോ ചെയ്യേണ്ട സമയമായി കാണാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യുന്ന കാര്യമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലും ശരി, നിങ്ങൾ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, എന്ത് കാര്യങ്ങളായാലും യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ, എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്തു. ഓക്കെ, എനിക്ക് അത് ചില കാര്യങ്ങളുണ്ടായി, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ ബാധിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ചില സംഭവങ്ങളുണ്ടായി, അതിനൊക്കെ വേണ്ട രീതിയിൽ എനിക്ക് പറ്റുന്ന പോലെ എനിക്ക് പറ്റുന്നത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ കാര്യമല്ല, നിങ്ങളൊരു ജോലി നമ്മൾ ചെയ്തിട്ട് നമ്മൾ പറയില്ലേ, ചില സമയത്ത് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും അത് ശരിയാവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് അതിനൊരു ബെറ്റർ ഒരു റിസൾട്ട് വരുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ അതിപ്പോൾ റിലേഷൻഷിപ്പിൽ, കരിയറിൽ, പഠിപ്പിൽ, എന്തിലുമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ ഗിവ് അപ്പ് ചെയ്യലല്ല പറയുന്നത്. അതായത് നമ്മൾ എല്ലാം വിട്ട് കളഞ്ഞില്ല, ഞാൻ ശ്രമിക്കില്ല എന്ന് പറയലല്ല, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് മാക്സിമം പറ്റുന്നത്ര ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ കൂടുതൽ വറി ചെയ്യുന്നില്ല, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല. എന്താവും ഇതിൻ്റെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ എനിക്ക് കിട്ടാൻ പോകുന്നത്, ഇതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. യൂണിവേഴ്സിനെ ഞാൻ സറണ്ടർ ചെയ്യുന്നു, ദൈവത്തിന് ഞാൻ സറണ്ടർ ചെയ്യുന്നു. ഓക്കെ, ഭഗവാൻ അത് നോക്കിക്കോട്ടെ, ദൈവം അത് നോക്കിക്കോട്ടെ, എനിക്ക് തരാനുള്ളതാണെങ്കിൽ, എനിക്ക് കിട്ടാനുള്ളത് എന്താണോ ഞാനീ പറയുന്നത്. ഓക്കെ, ശരിക്കും ഞാൻ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു പരിധി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ല പല കാര്യങ്ങളുടെയും. ഓക്കെ, സോ ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, യൂണിവേഴ്സിന് വിട്ടു കൊടുക്കുക, നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ വർക്ക് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഇത് ഞാൻ ഡെയിലി ഞാൻ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് എൻ്റെ കൺട്രോളിലല്ല അല്ലേ. എത്ര പേര് കാണും, അല്ലെങ്കിൽ എത്ര പേര് ലൈക്ക് ചെയ്യും, എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ എത്ര എനിക്ക് വ്യൂസ് ഇതിൽ കിട്ടും, ഇതൊന്നും എൻ്റെ കൺട്രോളിലല്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു പരിധി ഉണ്ട് നമ്മുടെ ചില കാര്യങ്ങൾക്ക്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന, ഓക്കെ, ഇതിന് മാക്സിമം എനിക്ക് ഇതിനെ നമ്മൾ പറയില്ലേ, എവിടെയെങ്കിലും എൻ്റെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിൻ്റെ ഇതിലോ എനിക്ക് സ്റ്റേറ്റസ് ഇടാം മാക്സിമം അല്ലേ. അതിനപ്പുറം ഞാനിതിനെപ്പറ്റി എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക, ഒന്നുമില്ല. ഓക്കെ, സോ പ്രൊമോഷൻ അഗൈൻ നമുക്കെല്ലാം ഭഗവാന് വിട്ടുകൊടുക്കുക. നമ്മൾ ചെയ്യുന്ന വർക്ക്, ഞാൻ എൻ്റെ ഒരു എഫേർട്ട് ഞാനിവിടെ ഇടുന്നുണ്ട്. ഇതിനെന്ത് തന്നെ ആയാലും യൂണിവേഴ്സിനെ കൊടുക്കുന്ന പോലെ, ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. അതുപോലെ ഓരോ കാര്യത്തിലും നമുക്ക് ഒരു കൺട്രോൾ, നമ്മൾ എന്താ ചെയ്യുന്നത് അത് പേടി കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് നമുക്കൊരു പേടിയാണ്, ഞങ്ങൾക്കിത് ശരിയായില്ലെങ്കിൽ എന്താവും എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ടാണ്. എനിവേസ് ഇവിടെ നമ്മൾ പറയുന്നത് യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യൂ ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ആൻഡ് ലെറ്റ് ഗോ. ചില കാര്യങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ബോധർ, പാസ്റ്റിൽ നടന്ന ചില സംഭവങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക, ചില വ്യക്തികളെക്കുറിച്ച് ഓർക്കുക, ചില സംഭവങ്ങളെക്കുറിച്ച് ഓർക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ലെറ്റ് ഗോ ചെയ്യാൻ സമയമായി. ഫർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യൂ. ഓക്കെ, എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യൂ. ഓക്കെ,
ഇമോഷൻസ് ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം നിങ്ങളുടെ ഇമോഷണലായിട്ട് നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. മനസ്സെന്ന് പറയാം, ഓക്കെ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. ഓക്കെ പാസ്റ്റിനെ എനിക്ക് നമുക്ക് തിരിച്ച് പാസ്റ്റിൽ പോയിട്ട് അതിനെ ശരിയാക്കാൻ നമുക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ മാറ്റാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെ ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ, യൂണിവേഴ്സിന് വിട്ടു കൊടുക്കാം. ഓക്കെ ദൈവമേ ഇനി എല്ലാം ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുന്നു, ഇനി ഇതുപോലെ മുന്നോട്ട് ഒരിക്കലും നമുക്ക് എന്താ പേടിയെന്ന് വെച്ചാൽ ഇതുപോലെ വീണ്ടും സംഭവിക്കുമോ, അങ്ങനെയൊക്കെ പല പേടികളാണ് അല്ലേ. സോ അതൊക്കെ ഒന്ന് ലെറ്റ് ഗോ ചെയ്യുക. മനസ്സെന്ന് സോറി ഞാൻ കൂടുതൽ ഒരേ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ നിങ്ങൾ മനസ്സെന്ന് കുറച്ചൊന്ന് റിലാക്സ് ആവും. ഓക്കെ ഇനി പാസ്റ്റിനെ കുറിച്ച് ഓർത്തിട്ടും ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ടും വെറുതെ ചിന്തിച്ച് ടെൻഷൻ ആവണ്ട. ഓക്കെ ഇപ്പോഴത്തെ മൊമെൻറ്റ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കൂ. സ്ട്രെസ്സ് കാണുന്നുണ്ട് എനിക്കിവിടെ. നിങ്ങൾക്ക് ലൈക്ക് സ്ട്രെസ് എന്ന് പറയും, ആക്ച്വലി വാട്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം പറയുന്നുണ്ട്, ഫ്ലോ ലൈക്ക് ദ വാട്ടർ എന്ന് പറയും. ഓക്കെ വാട്ടർ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും അല്ലേ, അത് നിൽക്കുന്നില്ല, അതൊരിക്കലും നിൽക്കുന്നില്ല. അതിൽ ചിലപ്പോൾ ഇടയിൽ കല്ല് കിടക്കുന്നുണ്ടാവാം, പലതും തട്ടി തടഞ്ഞൊക്കെ ആയിരിക്കും പോകുന്നത്, പക്ഷെ ഒഴുകിക്കൊണ്ടിരിക്കുക എന്ന് പറയില്ലേ. സോ അതുപോലെയാണ് നമ്മുടെ ജോലി, അതാണ് നമ്മുടെ വർക്ക്. ഓക്കെ ബി ലൈക്ക് ദ വാട്ടർ എന്ന് പറയും. ഓക്കെ ഒന്നിനെ നമ്മൾ കൂടുതൽ നേരം നമ്മൾ പിടിച്ചു വെക്കരുത് എന്ന് പറയും. ഓക്കെ അതിനെ വിട്ട് കളഞ്ഞേക്കണം. ഓക്കെ അതിനെ വിട്ട് കളഞ്ഞേക്കണം. ഓക്കെ സോ ഇവിടെ സ്ട്രെസ്സ് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ മേലെ ഭാരങ്ങൾ എടുക്കുന്നുണ്ട്. ഇതും ഒരു ഭാരം തന്നെയാണ്, ഈ ചിന്തകളും ഒരു ഭാരം തന്നെയാണ്. പോരാത്തതിന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ വർക്ക് നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാവാം. നിങ്ങളുടെ മേലെ വീട്ടിലെ ആയിരിക്കാം, ജോലി സ്ഥലത്തെ ആയിരിക്കാം. ഓക്കെ അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാവാം. ജോലിയിലുമൊക്കെ ചിലപ്പോൾ നിങ്ങളെ തന്നെ നമ്മൾ ജോലി പോയാലോ അല്ലെങ്കിൽ അങ്ങനെ പലതും ചിന്തിച്ച് ചിലപ്പോൾ നിങ്ങളുടേതല്ലാത്ത വർക്ക് കൂടി ചിലപ്പോൾ നിങ്ങളുടെ മേലെ എടുക്കുന്നുണ്ടാവും. ഈവൻ റെസ്പോൺസിബിലിറ്റീസ് നമ്മളിപ്പോൾ വീട്ടിലെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഫാമിലിയുടെ ഒക്കെ ചില സമയത്ത് ചില റെസ്പോൺസിബിലിറ്റി നമ്മുടെ ആയിരിക്കില്ല, എന്നാൽ പോലും നമ്മൾ അതിനടുത്ത് നമ്മുടെ തലയിലിടും. അങ്ങനെയാണ് നമ്മളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് അതൊക്കെ കുറച്ച് വിട്ട് കളയാനാണ് പറയുന്നത്. അതും ഒന്ന് നിങ്ങൾക്ക് പറ്റുന്നത് മാത്രം എടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സർക്കസ് കാണിച്ചാൽ എന്താവും ആലോചിച്ചോളൂ. ഓക്കെ കാർഡ് ഞാൻ ക്ലോസ്. ഇവിടെ ഒരാൾ ബബിൾ പൊട്ടിക്കാൻ നിൽക്കുന്നുണ്ട്, ബലൂൺ പൊട്ടിക്കുന്നുണ്ട്, ബോൾ പൊട്ടിക്കുന്നുണ്ട്. ഓക്കെ അത് പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടി തകർന്ന് താഴെ വീഴും, അത്രയേ ഉള്ളൂ. ഓക്കെ സോ അതിന് മുമ്പ് തന്നെ നിങ്ങൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ജഗ്ലിംഗ് ഒന്ന് നിർത്തുക. നിങ്ങൾ തന്നെ കൂടുതൽ ഭാരങ്ങൾ മേലെ എടുക്കുന്നതും പ്രഷർ മേലെ എടുക്കുന്നതൊക്കെ ഒന്ന് നിങ്ങൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ല ഞാൻ ചെയ്യണം, ഞാനാണ് ചെയ്യേണ്ടത്, എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്, എൻ്റെ ജോലിയാണ് എന്ന് നിങ്ങൾക്ക് കരുതിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ല, ഞാൻ ചെയ്തില്ലെങ്കിൽ നടക്കില്ല, അങ്ങനെ കുറച്ചൊക്കെ മറ്റുള്ളവരെ കൂടി ഏൽപ്പിക്കുക, അങ്ങനെയും പറയാം. ഓക്കെ മേ ബി നിങ്ങൾ വീട്ടിലെ ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യുക, ജോലി സ്ഥലത്തായാലും നിങ്ങൾക്ക് ഉള്ള വർക്ക് മാത്രം നിങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ കൂടി വർക്ക് നിങ്ങൾ ഏറ്റെടുക്കേണ്ട, അങ്ങനെയൊക്കെ പലതും. ഓക്കെ സോ നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അഗൈൻ ഇവിടെ നിങ്ങൾ റിലാക്സ് ചെയ്യേണ്ട ഒരു സമയമാണ്. ബി വെരി കെയർഫുൾ. ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ്സ് നിങ്ങളെ തകർക്കും. ലേസിനെസ് കാണുന്നുണ്ട്, മടി പിടിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മടിയല്ല വേണ്ട ഇവിടെ. ഓക്കെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മടി പിടിച്ചിരിക്കേണ്ട. ഓക്കെ സോ അത് കുറച്ച് പേർക്ക് വരുന്നത്, എല്ലാവർക്കും അല്ല ഇത്. മേ ബി നിങ്ങൾക്ക് ലൈക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ എവിടെയോ കേട്ടിരുന്നു, എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ളപ്പോൾ ചിലപ്പോൾ അത് ചെയ്യാൻ തന്നെ നമുക്ക് മടി തോന്നും അല്ലേ. നമുക്കത് ചെയ്യാൻ ആക്ച്വലി ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അത് മനസ്സുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കില്ല ചെയ്യുന്നത്, അതുകൊണ്ടാണ് മടി തോന്നുന്നതൊക്കെ. സോ യെസ് ഇവിടെ എനിവേസ് ലേസിനെസ്സിൻ്റെ കാര്യം കാണുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ മടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ആ മടി ഒന്ന് മാറ്റിയെടുക്കേണ്ട, മേ ബി അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാനായിരിക്കാൻ പറയുന്നത്, രണ്ടും എടുക്കാം. ഓക്കെ നിങ്ങൾ ഏതാണ് നിങ്ങൾ ആലോചിച്ചോളൂ. ഓക്കെ ആൻഡ് സൈലൻസ് കാണുന്നത് നിങ്ങളോട് പറയുന്നത് കൂടുതൽ സമയം നിങ്ങൾ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ, സൈലൻസിലിരിക്കാം. ഓക്കെ എല്ലാ തിരക്കിൽ എല്ലാതിൽ നിന്നൊക്കെ മാറി, മറ്റുള്ളവരിൽ നിന്നൊന്ന് മാറി കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. സൈലൻ്റ് ആയിട്ടിരിക്കുക. അങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ ചിന്തകളുമായിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറയും. നമ്മുടെ തോട്ട്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക. ഓക്കെ സോ അങ്ങനെ നിങ്ങൾക്ക് കുറേ ക്ലാരിറ്റി കിട്ടും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാരിറ്റി കൂടുതൽ നിങ്ങൾക്ക് കിട്ടും, കാര്യങ്ങളിൽ വ്യക്തത വരും. ആൻഡ് ഇവിടെ നത്തിങ്നെസ്, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാർഡാണ് ഇത്. ഇതൊരു ബ്ലാങ്ക് സ്പേസ് ആയിട്ട് നിങ്ങൾ എടുക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല, എല്ലാം ഇരുട്ട് എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു അവസരമാണ്. ഈ ഒരു സ്പേസ് നിങ്ങൾക്കൊരു അവസരമാണ്. ബിക്കോസ് ഇപ്പോൾ ബ്ലാങ്ക് ആണ് ഇവിടെ നിങ്ങൾക്ക് എന്തും എഴുതാം അല്ലേ, എന്തും എഴുതാം, എന്ത് കളറും കൊടുക്കാം, എന്തും വരയ്ക്കാം, വട്ട് എവർ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യാനുള്ള ഒരു അവസരമാണ്. നത്തിങ്നെസ് പറഞ്ഞാൽ ഒരിക്കലും അതൊരു നത്തിങ്നെസ് ഒന്നുമില്ല എന്ന രീതിക്കല്ല. അവിടെ നിങ്ങൾക്ക് പുതിയതെന്തോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് എടുക്കുക. നിങ്ങൾ എല്ലാത്തിനെയും നമ്മൾ പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങുക. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ട്, പല കാര്യങ്ങളും നമ്മളെ ബോധർ ചെയ്തുകൊണ്ടിരിക്കും, പല കാര്യങ്ങളും നമുക്ക്, പക്ഷെ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ, എത്ര ജീവിക്കും അല്ലേ. സോ സ്റ്റാർട്ട് തിങ്കിങ് പോസിറ്റീവ്. ഓക്കെ എല്ലാം മനസ്സിനൊന്ന് മാറ്റിയെടുക്കും. ഈ നത്തിങ്നെസ്, ഈ ബ്ലാങ്ക് ക്യാൻവാസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, സ്റ്റാർട്ട് പെയിൻറ്റിങ്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇവിടെ കളർ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ ഒരു നല്ലൊരു സൂര്യോദയം. പക്ഷേ ഇന്നത്തെ ഞാനിവിടെ
പറ്റിയാൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ വീഡിയോ കൊടുക്കാം. ഞാൻ നല്ല ഭംഗിയുള്ള ഒരു സൂര്യോദയം കണ്ടു ഇവിടെ, നല്ല രസമുണ്ടായിരുന്നു. സോ ഞാനതിവിടെ പറ്റിയതിൻ്റെ ഇടയിലിടാം. സോ അതുപോലെ ഒരു ബ്ലാങ്ക് ക്യാൻവാസ് എടുത്ത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ വരയ്ക്കാൻ തുടങ്ങൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, യു ഹാവ് ദ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇല്ലാതെയായി, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി സംതിങ്, ഇപ്പോൾ ഒന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇറ്റ്സ് എ ന്യൂ ഓപ്പർച്യൂണിറ്റി അല്ലേ? ഒരു പുതിയ ദിവസമാണ്, പുതിയ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ഒരു അവസരമാണ് വരുന്നത്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അവിടെ. ഓക്കെ, അല്ലാതെ നമ്മൾ ഇരുട്ടിലേക്ക് എന്താ പറയുക, ഇരുട്ടാണ് എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. അവിടെ വെളിച്ചം കൊണ്ടുവരാൻ നിങ്ങളുടെ കയ്യിൽ അവസരമുണ്ട്. ഞാൻ ഒരുപാട് ഫിലോസഫിയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എനിവേ നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് എന്താ പറയുന്നത്, പ്രയോറിറ്റീസ് പറയുന്നത്. യെസ്, സി സ്ട്രെസ്, പ്രയോറിറ്റി, ഡിലൈറ്റ്. കൂടുതൽ എടുക്കുന്നില്ല, ഒരുപാട് നീട്ടി. ഓൾറെഡി കുറേ അഡ്വൈസ് പറഞ്ഞു, ഇനി കൂടുതൽ നീട്ടുന്നില്ല. കപ്പാസിറ്റി ടു ലവ് ആൻഡ് ബി ക്യാൻഡിഡ്. ഓക്കെ, കപ്പാസിറ്റി ടു ലവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവുണ്ട്. അത് യെസ്, ഓഫ് കോഴ്സ് അത് വേണം. അതിൻ്റെ ഒപ്പം നിങ്ങളെ കൂടി അവനവനെ കൂടി നിങ്ങൾ കെയർ ചെയ്യുക. ഓക്കെ, എനിക്കതേ പറയാനുള്ളൂ. അതൊരിക്കലും നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആയിട്ട് അത് മാറരുത്. ഓക്കെ, കെയർഫുള്ളായിട്ടിരിക്കാം. പ്രയോറിറ്റീസ് പറയുന്നുണ്ട്. ഞാൻ എന്താ പറയുന്നത്, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ജഗിൾ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ പ്രയോറിറ്റീസ് ഡിസൈഡ് ചെയ്യുക. ആദ്യം എന്താണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതുമാത്രമല്ല എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം, നിങ്ങളുടെ ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ അവനവന് വേണ്ടി കൂടി ജീവിക്കുക. ഓക്കെ, നിങ്ങളെ പ്രയോറിറ്റി വയ്ക്കുക ഫസ്റ്റ്. ഓക്കെ, അത് നിങ്ങൾ മറക്കരുത്. ഐ തിങ്ക് എവിടെയോ അത് ഐ ഡോണ്ട് നോ, നിങ്ങളെ ഓരോ സിറ്റുവേഷൻ എടുത്ത് നോക്കണം, നിങ്ങൾ ആലോചിച്ചോളാം. സോ ഇവിടെ പ്രയോറിറ്റി നമ്മൾ ആദ്യം തീരുമാനിക്കുക, അതായത് ഏതാണ് ഇമ്പോർട്ടൻ്റ്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, കാര്യങ്ങളിൽ ഏതിനാണ് പ്രയോറിറ്റി ഞാൻ കൊടുക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ച് ഒരു കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനാണ് പറയുന്നത്. ഡിലൈറ്റ്, യെസ്, ഹാപ്പിനെസ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് പറയുന്നുണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ആയിട്ട് ഇരിക്കൂ. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കൂ, അവനവനിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തൂ. ആൻഡ് എനിവേ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് സന്തോഷം തരുമെന്നുമാണ്. പെർസിവിയറൻസ് പറയുന്നുണ്ട്, ഗിവ് അപ്പ് ചെയ്യാനല്ല. ഓക്കെ, പെർസിവിയറൻസ് പറഞ്ഞാൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. സോ ഇവിടെ നിങ്ങൾക്കത് സാധിക്കും. ഓക്കെ, ആൻഡ് വീണ്ടും നമ്മൾ ഗിവ് അപ്പ് ചെയ്യാനല്ല, ലെറ്റ് ഗോ ഞാൻ പറഞ്ഞു, ഗിവ് അപ്പ് ചെയ്യലല്ല, ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതിനെ ലെറ്റ് ഗോ ചെയ്യുക. ആ ഒരു ടെൻഷനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, എന്തായാലും ഇന്നത്തെ അഡ്വൈസ് ഇതാണ് നിങ്ങൾക്ക്. ഞാൻ ഓൾറെഡി കുറേ പറഞ്ഞതുകൊണ്ട് ഇനി ഇത് കൂട്ടുന്നില്ല. എനിക്ക് ജസ്റ്റ് നിങ്ങളെ തന്നെ ലൈഫിൽ പോസിറ്റീവാക്കി വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഹാപ്പിനെസ്, അതിനൊക്കെ ഒരു പ്രയോറിറ്റി കൊടുക്കൂ. ഓക്കെ, എല്ലാം നല്ലത് വരും. യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്തായാലും പേടിക്കണ്ട, നല്ലത് വരട്ടെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.